നീറ്റ് 2025 പോസിറ്റീവായിട്ടുള്ളൊരു അതിൻ്റെ അപ്ലിക്കാണോ എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ്? MBBS-നൊക്കെ അപ്പുറത്ത് അഗ്രികൾച്ചറിന് വേണ്ടി മാത്രം ഈ പരീക്ഷ എഴുതുകയും CUET പരീക്ഷ എഴുതുകയും ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളെ നമുക്കറിയാം. പക്ഷേ അവർക്കേറ്റവും ഒരു കനത്ത തിരിച്ചടിയാണ് സെമസ്റ്ററിന് തന്നെ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുക്കേണ്ടി വരുന്നത്. ഇത്രയധികം ആഗ്രഹിച്ച് ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും അത്രത്തോളം ആഗ്രഹത്തോടു കൂടി ഒരു കോഴ്സിലോട്ട് പ്രവേശനം നേടുന്നതൊക്കെ നമ്മൾ വളരെ ഔത്സുക്യത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും. കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മേഖലയാണ്. അത് പഠിക്കാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ISC ബാംഗ്ലൂർ പോലെയുള്ളിടത്തെ പ്രവേശനത്തിൽ നിന്ന് നീറ്റ് ഒഴിവാക്കുന്ന സാഹചര്യം വരെ ഈ ഒരു വിഷയങ്ങളുണ്ടായി. എക്സാമിൻ്റെ ടഫ്നെസ് കുറഞ്ഞതുകൊണ്ട് ഓൾ ഇന്ത്യയിൽ ഒരു കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഇനി ഓൾ ഇന്ത്യയുടെ 4ാം ഘട്ടത്തിൽ നമ്മളെ പരിഗണിക്കുകയില്ല. അതായത് 180 മിനിറ്റ് കൊണ്ട് ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് എഴുതി തീർക്കാൻ സാധിക്കാത്ത, അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് ആർക്കുമില്ല. അതും മുൻപ് ഒരിക്കലും നമുക്കുണ്ടാകാത്ത രീതിയിൽ മുൻപ് നമുക്കൊരു അനുഭവം മറ്റൊരു പേരൻസിനോ വിദ്യാർത്ഥികൾക്കോ പറഞ്ഞു കൊടുക്കാൻ പോലും ഇല്ലാത്ത അത്ര രീതിയിൽ അലോട്ട്മെൻറ്റ് താമസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ ഡേറ്റ സ്റ്റേറ്റുകാർക്കും, സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുത്ത എല്ലാ ഡേറ്റ ഓൾ ഇന്ത്യക്കാർക്കും കൊടുത്തു. അതുകൊണ്ട് സ്ട്രേ വേക്കൻസിയിൽ ആരൊക്കെയാണ് കേരളത്തിലും ഓൾ ഇന്ത്യയിലും പങ്കെടുക്കാൻ അർഹതയുള്ളതെന്നുള്ളത് ഓൾറെഡി വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. അല്ലെങ്കിലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയല്ലേ ആരോഗ്യ മേഖല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ മുറിവൈദ്യവുമായിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങാൻ അനുവദിക്കില്ലല്ലോ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 163ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ നീറ്റ് 2025 ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തി എന്ന് തന്നെ നമ്മൾ പറയാം. തീർച്ചയായിട്ടും. കാരണം MBBS BDS-ൻ്റെ ഓൾ ഇന്ത്യ തരത്തിലുള്ള 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി 4ാം ഘട്ടം മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ 3ഉം 4ഉം കൂടെ അവശേഷിക്കുന്നു. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ളതിൻ്റെയൊക്കെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അവസാന ഘട്ടം തന്നെ നമുക്ക് പറയാം. സാർ, ശരിക്കും പറഞ്ഞാൽ ശിവൻ സാർ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ വർഷങ്ങളായിട്ടുള്ള പരിണാമത്തെ കണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. നീറ്റ് 2025 പോസിറ്റീവായിട്ടുള്ളൊരു അതിൻ്റെ അപ്ലിക്കാണോ എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ധാരാളം പോസിറ്റീവുകളുണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. കാരണം +2-ന് ശേഷം ഇത്രയധികം ആഗ്രഹിച്ച് ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും അത്രത്തോളം ആഗ്രഹത്തോടു കൂടി ഒരു കോഴ്സിലോട്ട് പ്രവേശനം നേടുന്നതൊക്കെ നമ്മൾ വളരെ ഔത്സുക്യത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ധാരാളം പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. നെഗറ്റീവിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് മുൻപ് ഉണ്ടാകാത്ത പല സാഹചര്യങ്ങളിലൂടെയും നീറ്റ് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് 2025. തീർച്ചയായിട്ടും. അപ്പം 2025 നമ്മൾ അപേക്ഷയുടെ സമയം തൊട്ട് ഏതാണ്ട് ഫെബ്രുവരി 1-ാം തീയതി തൊട്ടാണ് ആപ്ലിക്കേഷൻ വിളിച്ചത്. ആ അപേക്ഷയുടെ സമയങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് വിദ്യാർത്ഥികൾക്കെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയോ രക്ഷിതാക്കളെയോ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സമാപിച്ചത്. അഡ്മിറ്റ് കാർഡുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും സെൻറ്ററുകളും എല്ലാം തന്നെ വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് നടന്നത്. എന്നാൽ മെയ് 7-ാം തീയതി എക്സാം ഡേറ്റിൽ എക്സാം സെൻറ്ററുകളിൽ എത്രത്തോളം പ്രൊഫഷണൽസാണ് ഉണ്ടായിരുന്നെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമായിരുന്നു. കാരണം ട്രെയിനിങ് ഇല്ല, ട്രെയിനിങ്ങിൻ്റെ അപാകത കൊണ്ടും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ അപാകത കൊണ്ടും ഒക്കെ ഓരോ സെൻറ്ററുകളിലും ഓരോ രീതിയിലാണ് അവർ ഈ വിദ്യാർത്ഥികളെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നത്. യഥാർത്ഥത്തിൽ 17-18 ഒരു വയസ്സുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എത്രത്തോളം തയ്യാറെടുപ്പും കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഒരു എക്സാം സെൻറ്ററിൽ എത്തുന്നത്. അപ്പോൾ അവരെ നല്ല രീതിയിലൊരു എക്സാമിനോട്ട് അറ്റൻഡ് ചെയ്യിക്കാനായിട്ടുള്ളൊരു അന്തരീക്ഷം എക്സാം സെൻറ്ററിൽ ഒരുക്കുന്നതിൽ NTA എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആധാറിൻ്റെ വെരിഫിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബയോമെട്രിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സെൻറ്ററുകളിലും ധാരാളം വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കംഫർട്ടായിട്ടാണ് വിദ്യാർത്ഥികളെ എക്സാം എഴുതിച്ചതെന്നുള്ളതിന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ ഇപ്രാവശ്യവും 2025 തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പബ്ലിക് വഴി മീഡിയ വഴിയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതുതന്നെയാണ്. കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. എക്സാം സെൻറ്ററിലും എക്സാം സൂപ്രണ്ടിനും അവിടെ എക്സാം ഇൻവിജിലേറ്റേഴ്സിനും അല്ലെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഏറ്റവും കംഫർട്ടായിട്ട് വിദ്യാർത്ഥി എക്സാം സെൻറ്ററിൽ
എക്സാം ഹാളിൽ എക്സാം സീറ്റിൽ എത്തിക്കുക എന്ന് പറയുന്നതും ഇത്രയും വലിയൊരു ആപ്ലിക്കേഷൻ ഫീസ് നടത്തുന്ന ഒരു എക്സാമിൽ തീർച്ചയായിട്ടും അതിനൊരു ഭാഗമുണ്ട്. അത് നമുക്ക് നീറ്റ് 2025 ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, മുൻപ് 2024 എക്സാം വളരെ സിമ്പിളായിട്ട് നടന്നൊരു എക്സാമാണ്. ഹൈ സ്കോറിംഗ് ആണ്. ഒത്തിരി ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്ന ഒരു എക്സാമാണ്. 17 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പല മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശനത്തിൽ നിന്നും നീറ്റ് ഒഴിവാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ISC ബാംഗ്ലൂർ പോലെയുള്ളിടത്തെ പ്രവേശനത്തിൽ നിന്ന് നീറ്റ് ഒഴിവാക്കുന്ന സാഹചര്യം വരെ ഈ ഒരു വിഷയങ്ങളുണ്ടായി, എക്സാമിൻ്റെ ടഫ്നെസ് കുറഞ്ഞതുകൊണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം NTA-ക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 2025 വളരെ ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു എക്സാം ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എക്സാം മുൻപ് നീറ്റിൻ്റെയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഉണ്ടായിരുന്ന സമയം പോലെയോ ജിപ്മറിനും എയിംസിനും AFMCക്കും ഒക്കെ സ്വന്തമായിട്ട് പരീക്ഷ നടന്നിരുന്ന കാലത്തൊന്നും നമുക്ക് അനുഭവപരിചയമില്ലാത്ത അത്ര ടഫായിട്ട് ഉള്ളൊരു എക്സാമാണ് നീറ്റ് 2025 നടന്നത്. അതായത് 180 മിനിറ്റ് കൊണ്ട് ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് എഴുതി തീർക്കാൻ സാധിക്കാത്ത, അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് ആർക്കുമില്ല, ഒരു 40 മാർക്ക് തന്നെ കുറവാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്, ഒന്നാമത്തെ ആൾക്ക് പോലും. അപ്പോൾ 180 മിനിറ്റിൽ എഴുതി തീർക്കാൻ മേലാത്ത രീതിയിലുള്ള കടുപ്പമേറിയ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് NTA മുൻപോട്ട് വെച്ചത്. അതും നമുക്ക് എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണെന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. കാരണം ബാക്കിയുള്ള ഇപ്പോൾ JEE അഡ്വാൻസ്ഡ് ആണെങ്കിലും JEE മെയിൻ ആണെങ്കിലും 90 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൂടുതൽ സമയമുണ്ട്. ഓൺലൈൻ എക്സാമാണ്. ഇതങ്ങനെയല്ല, ഇതൊരു ഓഫ്ലൈൻ എക്സാമാണ്. അപ്പം തീർച്ചയായിട്ടും ആ സമയത്തുള്ളിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അപ്പം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതൊന്നും NTA-ക്ക് ബാധകമല്ലല്ലോ. റാങ്കിനനുസരിച്ച് അഡ്മിഷൻ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ആലോചനയിൽ. പക്ഷേ വളരെ ടഫായിട്ടും വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. നമുക്ക് മലയാളികൾക്ക് നല്ല റാങ്കുകൾ കിട്ടി. പ്രവേശനത്തിലൊക്കെ നല്ല നല്ല കോളേജുകളിലെല്ലാം മുൻ വർഷങ്ങളിലേക്കായാലും ഏതാണ്ട് 1000-1500ഓളം സീറ്റുകൾ കൂടുതലാണ് മലയാളികൾ ബ്രില്യൻറ്റിലെ കുട്ടികൾ പ്രവേശിച്ചത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു. പിന്നെ നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമായിരുന്നു 10,000-ഓളം സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഏതാണ്ട് 2000-2200ഓളം സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിൽ കൂട്ടിക്കൊടുത്തു. സ്വകാര്യ മേഖലയിലും ഡീംഡിൻ്റെ മേഖലയിലുമാണ് കൂടുതൽ സീറ്റുകൾ കൂട്ടിക്കൊടുത്തത്. അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് താനും. കാരണം 10,000 സീറ്റുകൾ MBBS-ന് വർദ്ധിക്കുമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാർക്കും നല്ല ഹൈ സ്കോറുള്ള നല്ല റാങ്കുള്ള കുട്ടികൾക്കും പ്രവേശനം കിട്ടത്തക്ക രീതിയിലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഭൂരിഭാഗം സീറ്റുകളും സ്വകാര്യ മേഖലയിലും ഡീംഡിൻ്റെ മേഖലയിലുമാണ് വർധനവുണ്ടായത്. വളരെ ഉയർന്ന ഫീസുള്ള കോളേജുകളാണ് കൂടുതൽ സീറ്റ് വന്നിരിക്കുന്നത്. അത് MBBS-ൻ്റെ പഠനത്തിനെ, വിദ്യാർത്ഥികൾക്കുള്ള ആ സീറ്റിനെ പോസിറ്റീവായെന്ന് നമുക്ക് പറയാനായിട്ടാവില്ല. പക്ഷേ നമ്മൾ മാത്രമായിട്ടുള്ള രീതിയിലെങ്കിലും ESI കോളേജുകളിലും അല്ലാത്ത കോളേജുകളിലും ഗവൺമെൻറ് സീറ്റുകളും കൂടിയിട്ടുണ്ട്. ഏതാണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ ഈ 2000 സീറ്റുകൾ വർധനവ് വന്നപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ 10-300 സീറ്റുകൾ കൂടുതലുണ്ടായിട്ടുണ്ട്. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ ആദ്യത്തെ സ്വാഭാവികമായിട്ടുള്ളൊരു താമസം വന്നു. കാരണം മെയ് 7 എക്സാം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് 3 ആഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ കുട്ടികളുടെയും OMR ഷീറ്റ് ഡിസ്പ്ലേയിൽ വന്നു. ഒഫീഷ്യൽ ആൻസർ കീ വന്നു. അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. ജൂൺ 14 നീറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുവരെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ആയിരുന്നു നടന്നിരുന്നത്. എന്നാൽ അതിനുശേഷം അലോട്ട്മെൻറ്റിൽ വളരെയധികം കാലതാമസം, അതും മുൻപ് ഒരിക്കലും നമുക്കുണ്ടാകാത്ത രീതിയിൽ, മുൻപ് നമുക്കൊരു അനുഭവം മറ്റൊരു പേരൻസിനോ വിദ്യാർത്ഥികൾക്കോ പറഞ്ഞു കൊടുക്കാൻ പോലും ഇല്ലാത്ത അത്ര രീതിയിൽ അലോട്ട്മെൻറ്റ് താമസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മെയിൽ എക്സാം നടന്നിട്ട് ഇന്ന് ഒക്ടോബർ 26 ആയിട്ടും അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ തീർന്നിട്ടില്ല. പക്ഷേ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 22 ഔദ്യോഗികമായിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ 2 അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് നടത്തുകയും ക്ലാസ് നടത്തുകയും ചെയ്തു. അതിനുശേഷം ഈ സീറ്റ് വർധനവ്, ആദ്യം നടത്തിയ സീറ്റ് വർധനവ് മെഡിക്കൽ കമ്മീഷൻ ക്യാൻസൽ ചെയ്യുകയും NMCയോട് വീണ്ടും മെഡിക്കൽ കോളേജുകൾ വെരിഫൈ ചെയ്തിട്ട് സീറ്റ് വർധനവ് നടത്താൻ പറഞ്ഞപ്പോൾ ഇതിന് 2 മാസത്തോളം അലോട്ട്മെൻറ്റ് 3-ാം ഘട്ടവും 4-ാം ഘട്ടവും താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ
MBBSും BDSലും താമസം ഉണ്ടായപ്പോൾ ബാക്കിയുള്ള കോഴ്സുകളിലെല്ലാം അതിൻ്റെ ഈ കാലതാമസം ഭീകരമായിരുന്നു. കാരണം വിദേശത്തുള്ളവർക്കും ഇവിടെ തന്നെ ജോലിയുള്ളവർക്കും ഒക്കെ സൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇനി മൂന്നാം ഘട്ടം എപ്പോൾ നടക്കും, 27 പ്രാവശ്യമാണ് മൊത്തം അലോട്ട്മെൻറ്റ് പല പ്രാവശ്യമായിട്ട് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഒക്ടോബർ 24 തീയതി വരെ അടുത്ത ഘട്ടങ്ങൾ എൻ്റെ ഷെഡ്യൂൾ മാറ്റിവെക്കുന്ന ഒരു പ്രവണത MCCയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നും വെബ്സൈറ്റ് എല്ലായ്പ്പോഴും വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയും, കാരണം ഇതിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ചുള്ളൊരു മുൻ അറിയിപ്പ് ഇല്ലാതെ പോയതും ഈ വർഷത്തെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു. എന്തായിരുന്നാലും 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഏതാണ്ട് 26,100 വരെ, അതായത് കഴിഞ്ഞ വർഷം പോയതിനേക്കാളും ലാസ്റ്റ് റാങ്കൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. 26,100 വരെയുള്ള മെറിറ്റുകാർക്കും 26,300 വരെയുള്ള OBCക്കാർക്കും ഏതാണ്ട് 30,000 വരെയുള്ള EWSകാർക്കും ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തന്നെയാണെങ്കിൽ പോലും, ഗവൺമെൻറ് മേഖലയിൽ തന്നെയാണെങ്കിൽ പോലും, കാരണം ഇപ്പോൾ കേരളത്തിൽ 2 പുതിയ കോളേജ് വന്നതുൾപ്പെടെ ഗവൺമെൻറ് സീറ്റുകൾ തന്നെ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മേഖലയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1,500-2,000-ഓളം സീറ്റുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് MBBSന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അവസാനിക്കുമ്പോൾ ഉള്ള റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണെങ്കിലും എക്സാമിൻ്റെ കാര്യത്തിൽ, എക്സാം നടത്തിപ്പിൻ്റെ കാര്യത്തിലും, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിലും, അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും MCCയും നാഷണൽ മെഡിക്കൽ കമ്മീഷനും ധാരാളം മാറ്റങ്ങൾ വരുത്താനുള്ള സമയമാണ്. കാരണം 2025 ഏറ്റവും ആധുനിക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓഫ്ലൈനായിട്ട് നടക്കുന്നൊരു എക്സാം ഇങ്ങനെയൊക്കെ മതിയോ എന്നുള്ളതും കൂടെ ചിന്തിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത്രയും ഉയർന്ന ഫീസ് മേടിച്ച് നടക്കുന്ന ഒരു എക്സാം കാലത്തിനനുസരിച്ച് വളരെ പ്രൊഫഷണലായിട്ട് നടത്തേണ്ട, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ട, അതിൻ്റെ അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടുതലാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയേണ്ടതായിട്ട് വരും. പിന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിലേക്കാളും സീറ്റ് കൂടുതൽ കിട്ടി ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും. ഗവൺമെൻറ് കേരളത്തിൽ തന്നെ 2 കോളേജുകൾ കൂടി, സ്വകാര്യ മേഖലയിൽ 8ഓളം കോളേജുകളിൽ സീറ്റ് വർധനവ് വന്നു. പുതിയതായിട്ടൊരു കോളേജ് കേരളത്തിൽ വന്നു. അപ്പം സീറ്റുകളുടെ കാര്യത്തിലൊക്കെ വലിയ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലും സീറ്റ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ നീറ്റ് നമുക്ക് ഒരു സന്തോഷം നൽകുന്നുണ്ട്, ശുഭസൂചന തന്നെയാണ്. പക്ഷേ ഇതിന് നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ധാരാളം അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. 2026 കുറേം കൂടി ഉത്തരവാദിത്തോടുകൂടി പെരുമാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർ, ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ 3rd അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു. അതെ. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ സമീപിക്കുന്നത്? അല്ല, ഓൾ ഇന്ത്യ ഇപ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നീറ്റ് 2025 അവസാന ഘട്ടത്തിലാണ്. ഇനി നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കോളേജ്, ഇതിനേക്കാളും അടുത്തുള്ളൊരു കോളേജ് ഒന്നും നോക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, അവിടെ ക്ലാസ്സുകൾ തുടങ്ങി ആ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ട് അവിടെ 5.5 വർഷം പഠിക്കുക. ഇനി ഇതിനേക്കാളും ബെറ്ററായിട്ടൊരു സീറ്റ് കിട്ടിയേക്കാം, കേരളത്തിൻ്റെ സ്റ്റേ വേക്കൻസിയിൽ സീറ്റ് കിട്ടിയേക്കാം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നത് ഒട്ടും ഈ വർഷം നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. 3rd അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെ മറ്റന്നാളോ ആയിട്ട് പോയി ചേരുക, അവിടെ പഠിക്കുക. ചിലപ്പോൾ ശരിയായിരിക്കാം, 1-2 കുട്ടികൾക്ക് കുറേ നല്ല സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ അത് 1-2 പേർക്കേ ഉള്ളൂ. 50 പേർക്കും 100 പേർക്കും 150 പേർക്കും ഒന്നും സീറ്റ് കിട്ടാൻ പോകുന്നില്ല കേരളത്തിൽ. അത് നമ്മൾ അവിടെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് അവസരം കൊടുക്കാതെ ഈ സീറ്റിൽ ചേർന്ന് നന്നായിട്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. നവംബർ 1-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവരും അഡ്മിഷൻ എടുത്ത് ആ കോളേജുകളിൽ പഠിക്കണം. അതിനുശേഷം മാത്രമേ കേരള അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. സർ, അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയവർക്ക് ഇപ്പോൾ കേരളത്തിൽ സാധ്യതയില്ല എന്നുള്ളൊരു ടോക്കും കൂടെ അത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. കാരണം ഈ ഷെഡ്യൂളിൽ യാതൊരു തരത്തിലുള്ള ഈ ഷെഡ്യൂളിൽ ആദ്യം പ്രഖ്യാപിച്ചതിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം ഈ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രഖ്യാപിച്ച ഷെഡ്യൂളല്ല 24-ാം തീയതി ഇന്നലെ വീണ്ടും ഷെഡ്യൂൾ മാറ്റിയത്. സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് നേരത്തെ വരുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തിൻ്റെ അലോട്ട്മെൻറ്റും കൂടെ എന്താണെന്ന് നോക്കിയിട്ട് ഓൾ ഇന്ത്യയിൽ ചേർന്നാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, വീണ്ടും അത് മാറ്റി. ഓൾ ഇന്ത്യയിൽ ചേരേണ്ട എല്ലാവരും, ഓൾ ഇന്ത്യയിൽ സീറ്റ് അധികം വേക്കൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യയിൽ ചേരേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ സംസ്ഥാനങ്ങൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കാവൂ എന്നുള്ള നിലപാടാണ് MCC എടുത്തത്. അതുകൊണ്ട്
കേരളത്തിൻ്റെ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സാധ്യത എന്താണെന്ന് നോക്കാനാവില്ല. ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ എടുത്തേ പറ്റൂ. ഇനി ആ അഡ്മിഷൻ എടുത്തില്ല എന്ന് ഓർത്തുകൊണ്ട് കേരളത്തിൻ്റെ സാധ്യത ഇല്ലാതാവുന്നില്ല, പക്ഷേ ഓൾ ഇന്ത്യയുടെ സാധ്യത തീർന്നു. ഓൾ ഇന്ത്യയിൽ ഒരു കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഇനി ഓൾ ഇന്ത്യയുടെ 4ാം ഘട്ടത്തിൽ നമ്മളെ പരിഗണിക്കുകയില്ല. ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ നമ്മൾ 5.5 വർഷം പഠിക്കുകയും ചെയ്യണം. അവരെ സംസ്ഥാനത്തിലോട്ട് മാറാനും അനുവദിക്കുകയില്ല. ചേർന്നില്ല എന്നുണ്ടെങ്കിൽ, ഓൾ ഇന്ത്യയിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടിയാൽ പോയി ചേരാം എന്ന് മാത്രം. കിട്ടുമെന്നുള്ള ഉറപ്പ് അവനോട് തീരുമാനിക്കുക എന്ന് മാത്രം. സാർ, ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് എപ്പോഴത്തേക്ക് നമുക്ക്? കേരളത്തിൻ്റെ 3ാം ഘട്ടം കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 28-ാം തീയതി അലോട്ട്മെൻറ്റ് തീരുമെന്നും ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം തീരുമെന്നും 29-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുമെന്നും 30-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമെന്നും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഓൾ ഇന്ത്യ അതിന് ശേഷമാണ് വീണ്ടും അവരുടെ ഷെഡ്യൂൾ മാറ്റിയത് പ്രകാരം 1-ാം തീയതിക്ക് ശേഷം മാത്രമേ കേരളത്തിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുള്ളൂ. 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിരിക്കും കേരളത്തിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് വരികയും അതിനുശേഷം 10-ാം തീയതിക്കുള്ളിൽ കോളേജ് ചേരേണ്ട ഡേറ്റ് വരികയൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഷെഡ്യൂൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യും. അടുത്ത ഇന്നോ നാളെയോ ആയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് പുതിയ ഷെഡ്യൂൾ വരും. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ശേഷമേ വരികയുള്ളൂ. ഓൾ ഇന്ത്യ തേർഡിൽ കേരള അലോട്ട്മെൻറ്റ് തേർഡ് എവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് ഓൾ ഇന്ത്യയിൽ ചേരാനുള്ളൊരു അവസരം കൊടുക്കില്ല. അത് MCC അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. സാർ, ഇപ്പോൾ സ്ട്രേ വേക്കൻസിയിൽ ഒരുപാട് സീറ്റുകൾക്ക് ഉള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണോ? ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ എല്ലാവരും ചേരണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാധ്യതകൾ നോക്കണ്ട എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഓൾ ഇന്ത്യയിലെ സ്ട്രേ വേക്കൻസികളുടെ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. എന്നുവെച്ചാൽ ഇല്ല എന്നുള്ളതല്ല, മുൻവർഷത്തിനേക്കാളും വളരെ ഉണ്ടാകും. ഈ കേരളത്തിലും കൂടെ ചേരാൻ, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളുടെയും കൂടെ സീറ്റുകൾ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ ഒരു 1000-ഓളം അല്ലെങ്കിൽ 700-നും 1000-നും ഇടയ്ക്ക് സീറ്റുകൾ വേക്കൻസി ഉണ്ടായേനെ. പക്ഷെ അത്രത്തോളം സീറ്റുകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഈ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ട് അവിടെ അപ്ഗ്രേഡേഷൻ കിട്ടിയാൽ ചിലപ്പോൾ പോവില്ല. അപ്പം അതുകൊണ്ട് സീറ്റുകളുണ്ടാവും, എന്നാലും വളരെ ഒരു സീറ്റ്, വളരെ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. പിന്നെ 20,000 കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന സീറ്റുകൾ 21,000, 24,000, 25,000 ഒക്കെ ഇട്ടിരിക്കുന്നവർക്ക് ഒരു സ്റ്റേറ്റുകളിലും ഗവൺമെൻറ് കിട്ടാത്തവരാ. അപ്പോൾ അവരെല്ലാം ഓൾ ഇന്ത്യയിൽ തന്നെ ചേരും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കോളേജുകളിൽ വലുതായിട്ട് സീറ്റുകൾ ഉണ്ടാവില്ല. ഒരു 20,000 വരെ അലോട്ട്മെൻറ്റ് പോയിരിക്കുന്ന കോളേജുകളിലായിരിക്കും സീറ്റുകൾ വരാനുള്ള സാധ്യത. പക്ഷേ അതിൻ്റെ എണ്ണം എത്രത്തോളം നമുക്ക് പറയാനാവില്ല. സാർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം BPL സ്കോളർഷിപ്പുമായിട്ടുള്ളൊരു വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതെ, അത് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ ആയിരുന്നു. 2020 വരെ അത് കേരളത്തിലുണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് BPL വിഭാഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് NRIക്ക് 5 ലക്ഷം രൂപ കൂടുതൽ എല്ലാ കുട്ടികളിൽ നിന്നും മേടിക്കാനുള്ള വിധി ഉണ്ടായത്. പക്ഷേ അതിന് ഒരു കോടതിയിലൊരു വിധി വന്നതുകൊണ്ട്, കോടതിയിൽ അത് പരിഗണനയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് 2020 മുതൽ 2025 വരെ അത് നടപ്പിലാക്കിയില്ല. അതാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ സുപ്രീം കോടതി അനുവദിച്ച് ഈ വർഷം മുതൽ BPL സ്കോളർഷിപ്പ് നടപ്പാക്കണം എന്നുള്ളൊരു വിധി ഉണ്ടായത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് എൻട്രൻസ് കമ്മീഷൻ അത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സാർ, ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഈ ഒരു 3ാം ഘട്ട അലോട്ട്മെൻറ്റ് ആയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു BPL സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ 2 അലോട്ട്മെൻറ്റ് ഇതിന് മുൻപ് കഴിഞ്ഞിട്ടുമുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഇത് നഷ്ടമായിരുന്നില്ല. എങ്ങനെയാണ് അവർക്കിനി ഇത് ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആ പറഞ്ഞൊരു ക്രൈറ്റീരിയക്കകത്ത് എനിക്കിത് കിട്ടും എന്ന് ഉറപ്പാക്കാനായിട്ടൊരു വിദ്യാർത്ഥിക്ക് വളരെ പാടാണ്. അതുകൊണ്ട് ഇത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒത്തിരി പേർക്ക് ഇത് 100% എനിക്കിത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണ്ടേ. 8 ലക്ഷം രൂപ ഫീസും ഏതാണ്ട് 2 ലക്ഷം രൂപ ചിലവും അടുത്ത് 10 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥി അടയ്ക്കണം. അപ്പം BPL വിഭാഗത്തിൽ വരുന്നൊരു കുട്ടി ഒരു UG പ്രോഗ്രാമിന് വേണ്ടി അത്ര വലിയൊരു തുക കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ആദ്യം വന്നിരുന്നെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നിരുന്നെങ്കിലും ഒത്തിരിയധികം കുട്ടികൾക്ക് അതൊരു പ്രയോജനമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് നിലവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകളുടെ പ്രിൻസിപ്പൽ വഴി അപ്ലൈ ചെയ്യാനായിട്ടും ഈ പോയിന്റിൽ എത്ര പോയിന്റ് ഉള്ളവർക്കും ഇതിനകത്ത് യാതൊരു തരത്തിലും പരിഗണിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉള്ളവരുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ളവരെ BPL പരിഗണിക്കരുത്. 25,000 രൂപയെങ്കിലും സാലറി മുകളിലുള്ള സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുള്ളവരെ പരിഗണിക്കരുത്. 4 വീലർ സ്വന്തമായിട്ടുള്ളവരെ പരിഗണിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് അല്ലാതെ നിൽക്കുന്ന BPLലുള്ള ഏതൊരു കുട്ടിക്കും ഈ സ്കോളർഷിപ്പിന് കിട്ടാനുള്ള സാധ്യത ഈ വർഷമുണ്ട്. കാരണം വളരെ കുറച്ച് കുട്ടികളെ ആ മേഖലയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന ക്രൈറ്റീരിയയിൽ വരികയും
മിനിമം പോയിൻ്റാണ് കിട്ടുന്നതെങ്കിൽ പോലും അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള അർഹത ഇത്തവണ കൂടുതലാണ്. കാരണം ഈ 21 കോളേജുകളിലും ഈ സീറ്റുകളുണ്ട്. 100 സീറ്റുള്ള കോളേജിൽ 15 കുട്ടികളിൽ നിന്ന് 5 ലക്ഷം വെച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 8-9 കുട്ടികളെങ്കിലും ഫീസ് കൺസെഷനിൽ പഠിപ്പിക്കാം. 250 സീറ്റുള്ള കോളേജിലാണെങ്കിൽ ഒരു 23-24 വരെ വേണമെങ്കിൽ ഫീസ് കൺസെഷനിൽ പഠിപ്പിക്കാം. അപ്പം ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഈ ക്രൈറ്റീരിയകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10 ലക്ഷം രൂപ ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നവർക്ക് ഈ അലോട്ട്മെൻറ്റിലോ 4ാം ഘട്ട അലോട്ട്മെൻറ്റിലോ കോളേജുകളെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. സാർ, ഇപ്പോൾ നമ്മുടെ ഒരു നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, അതിൻ്റെ അലോട്ട്മെൻറ്റുകൾക്കൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ. അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ 1ാമത്തെ കോഴ്സ് തന്നെ അലോട്ട്മെൻറ്റ് ഇത്രയും താമസിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ശേഷമുള്ള എല്ലാ അലോട്ട്മെൻറ്റുകളും സെപ്റ്റംബറിലെങ്കിലും നടക്കേണ്ടിയിരുന്നത് ഒക്ടോബർ അവസാനത്തിലും നടക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് മാറിയത്. പിന്നെ മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള തോന്നിയൊരു മേഖല MBBS ആണെങ്കിലും BDS ആണെങ്കിലും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ ആണെങ്കിലും ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നൊരു പ്രവണത അത് മറ്റൊരു വർഷവും ഉണ്ടാകാത്തൊരു കാര്യമാണ്. അപ്പോൾ MBBSൻ്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും അത്രയധികം സീറ്റ് വർധനവുണ്ടായിട്ടും ലാസ്റ്റ് റാങ്കിൽ അത്രയധികം നമുക്ക് ഒരു പ്രയോജനം കാണാനായിട്ടാവില്ല. കാരണം മുൻ വർഷങ്ങളിലേക്കായാലും ഒരു 20-30% കുട്ടികൾ കൂടുതൽ അഡ്മിഷൻ എടുത്തു. അതുതന്നെയാണ് BDSൻ്റെ കാര്യത്തിൽ. ഗവൺമെൻറ് BDS ആണെങ്കിൽ 4000 റാങ്കിൽ താഴെയാണ് ഇപ്പോഴും കേരളത്തിൽ ലാസ്റ്റ് റാങ്ക് നിൽക്കുന്നത് 6 കോളേജുകളിൽ. സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ 30,000 റാങ്കിൽ താഴെയാണ്. മുൻ വർഷങ്ങളിൽ ഇത് പല അലോട്ട്മെൻറ്റുകൾ നടത്തിയിട്ടാണ് BDSന് സീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം സ്വകാര്യ മേഖലയിലെ BDS 30,000 റാങ്കിൽ താഴെ തന്നെയാണ് ഇപ്പോഴും തീർന്നിരിക്കുന്നത്. ഡീംഡ് കോളേജുകൾ നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും മുൻ വർഷങ്ങളിലേക്കായാലും ഒരു വളരെ കുറവ് റാങ്കിനാണ് ലാസ്റ്റ് റാങ്ക് ഓരോ കോളേജിലും MBBSനും BDSനും നിൽക്കുന്നത്. ഇത് തന്നെയാണ് അലൈഡ് കോഴ്സിലും. അഗ്രികൾച്ചർ ആണെങ്കിലും വെറ്റിനറി ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും ആ കോഴ്സുകൾ എടുക്കുകയാണ്. അപ്പം മെഡിക്കൽ കോഴ്സുകൾ ഒരു അണ്ടർ ഗ്രാജുവേഷൻ എന്നുള്ള നിലയിൽ അവരേറ്റവും സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. കാരണം ഇപ്പോൾ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് കൊണ്ട് ഒരു ജോലിയൊന്നും ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും BPharm ആണെങ്കിലും അല്ല മറ്റ് CUET പ്രോഗ്രാം ആണെങ്കിലും നല്ലൊരു കോളേജിൽ ആദ്യം ഒരു UG ചെയ്യുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ അല്ലെങ്കിൽ ക്യാമ്പസ് സെലക്ഷനൊക്കെ ആയാലും അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലുള്ള കോഴ്സുകളിലാണ് കുട്ടികൾ സ്പെഷ്യലൈസ് ചെയ്യുകയും അതിലൂടെയാണ് അവനവൻ്റെ കരിയറിലോട്ട് ഒരു സെർച്ച് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വന്നിരിക്കുന്നത് അല്ലേ. 2025 എത്തുമ്പോഴേക്കും ഒരു UG പ്രോഗ്രാം കൊണ്ടല്ല കരിയർ സെറ്റ് ചെയ്യുന്നത്, സ്പെഷ്യലൈസേഷൻ കൊണ്ടാണ്. പക്ഷേ അത് UG ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് വേണ്ടത് നല്ലൊരു പ്രോഗ്രാമിൽ ചെയ്യുകയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ഈ അഗ്രികൾച്ചർ ആണെങ്കിലും വെറ്റിനറി ആണെങ്കിലും ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം എല്ലാവരും മുൻ വർഷങ്ങളിലേക്കാളും 30-40% വിദ്യാർത്ഥികൾ കൂടുതൽ പ്രവേശനം നേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അഗ്രികൾച്ചറിനൊക്കെ മുൻ വർഷങ്ങളിലേക്കായാലും 4000 റാങ്കിനൊക്കെ താഴെയാണ് ഇപ്പം നമുക്ക് ലാസ്റ്റ് റാങ്ക് കിടക്കുന്നത്. വെറ്റിനറിക്കും അതുപോലെ തന്നെയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ 70,000 വരെ ഇപ്പോഴും വെറ്റിനറി പ്രവേശനം നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കോഴ്സുകൾക്കാണെങ്കിലും അതുതന്നെയാണ് അവസ്ഥ. അപ്പം നല്ലൊരു ഗ്രാജുവേഷൻ പ്രോഗ്രാം എന്നുള്ള നിലയിൽ മെഡിക്കലിൻ്റെ എല്ലാ മേഖലയിലും വിദ്യാർത്ഥികൾ ധാരാളം പ്രവേശിക്കുന്നതാണ് നമുക്ക് 2025 ഈ അവസാന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. സാർ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നവമാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിലെ ഫീസിൻ്റെ വർധനവ്. അതിനെ എങ്ങനെ നമുക്ക് നോക്കാം? തീർച്ചയായിട്ടും അത് വളരെ വളരെ വൈരുദ്ധ്യാത്മകതയാണ്. അതായത് MBBSന് പോലും 23,000 രൂപയെ ഫീസുള്ളൂ. BDSന് 20,000 രൂപയെ ഗവൺമെൻറ് മേഖലയിൽ ഫീസുള്ളൂ. വെറ്റിനറിക്ക് 20,000 രൂപയുള്ളൂ. ആയുർവേദത്തിനും അത്രയേ ഉള്ളൂ. ഹോമിയോയ്ക്ക് 2,000 രൂപ ഫീസുള്ളൂ. ഈ MBBSനൊക്കെ അപ്പുറത്ത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് മാത്രം ഈ പരീക്ഷ എഴുതുകയും CUET പരീക്ഷ എഴുതുകയും ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളെ നമുക്കറിയാം. നമ്മുടെ ക്യാമ്പസിൽ തന്നെയുണ്ട്. നിരവധി പേരാണ് MBBS അഡ്മിഷൻ എടുത്തവരും അല്ലെങ്കിൽ MBBS നോക്കുന്നില്ലെങ്കിൽ MBBS കിട്ടാതെ വന്നിട്ടാണെങ്കിലും അഗ്രികൾച്ചർ സെലക്ട് ചെയ്യുന്നവർ. പക്ഷേ അവർക്കേറ്റവും ഒരു കനത്ത തിരിച്ചടിയാണ് സെമസ്റ്ററിന് തന്നെ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുക്കേണ്ടി വരുന്നത്. അതായത് ഏതാണ്ട് ഒരു 4 വർഷ പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോഴേക്കും ട്യൂഷൻ ഫീസ് തന്നെ 4 ലക്ഷത്തിന് മുകളിൽ ഫീസ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് അഗ്രികൾച്ചർ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മേഖലയാണ്. അത് പഠിക്കാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കേണ്ട ഒരു മേഖലയാണ്.
കാരണം മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ ആധുനികവൽക്കരിക്കപ്പെട്ടാലും കൃഷി എന്ന് പറയുന്നതും അതിൻ്റെ ഉൽപ്പന്നങ്ങളും മനുഷ്യന് ആവശ്യമാണ്. ആഹാരമില്ലാതെ മനുഷ്യൻ നിലനിൽപ്പില്ല. ബാക്കി ഏതൊരു രാജ്യമാണെങ്കിലും, ഏതൊരു വികസിത രാജ്യമാണെങ്കിലും, അല്ലെങ്കിൽ കേരളമല്ലാത്ത ബാക്കിയുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും കൃഷിക്ക് കൊടുക്കുന്ന ഒരു മുൻഗണന എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഈ ഒരു അഗ്രികൾച്ചറിന് സെമസ്റ്റർ ഫീസ് വളരെയധികം ഉയർത്തിയതോടുകൂടി സാധാരണക്കാരായ മക്കൾക്ക് ഒരു ലോൺ എടുക്കാതെ അതിനകത്ത് വിടാൻ മേലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തിട്ട് ഈ ഉയർന്ന തുകയുണ്ട്. കാരണം ആദ്യം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത്രയും ഫീസ് പറഞ്ഞിട്ടില്ലായിരുന്നു. സെമസ്റ്ററിന് 15,000 രൂപ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമാണ് 36,000 രൂപ ഫീസിലോട്ട് മാറ്റുന്നത്. അപ്പം ഈ അഡ്മിഷൻ എടുക്കാൻ നേരത്താണ് ഇത്ര ഉയർന്ന ഫീസാണ് താൻ ഓരോ വർഷവും ഓരോ സെമസ്റ്ററിനും അടക്കേണ്ടി വരുന്നതെന്ന് അറിയുന്നത്. അത് വേണ്ട എന്നുള്ള തീരുമാനം നമ്മളത് കണ്ടു. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ അഗ്രികൾച്ചറിന് സാധാരണക്കാരായ മക്കൾക്ക് പഠിക്കേണ്ട ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു മേഖലയ്ക്ക് ഇത്ര ഉയർന്ന ഫീസിലോട്ട് മാറുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവില്ല. വിദ്യാർത്ഥി തലത്തിൽ അതിന് ധാരാളം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വിജയിക്കും. അതിന് ഏറ്റവും ചുരുങ്ങിയ ഫീസിലോട്ട് മാറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ അല്ലെങ്കിൽ മാറ്റണം. കാരണം അതിന് ഗവൺമെൻറ് മേഖലയാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളാണെങ്കിലും അതിന് മുൻകൈ എടുത്ത് അത് ഏറ്റവും ചെറിയ ഫീസിലോട്ട് അഗ്രികൾച്ചർ കൊണ്ടുവരണം. കാരണം ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും ചെറിയ ചെലവിലും ഏറ്റവും നല്ല സൗകര്യത്തോട് പഠിക്കുന്ന, സ്കോളർഷിപ്പ് കൊടുത്ത് പഠിക്കുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ. അപ്പോൾ അത് ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഉയർന്ന റാങ്കുള്ളവർ തന്നെ പഠിക്കേണ്ട ഒരു മേഖലയാണ്. അത് സാധാരണക്കാരായ മക്കൾക്ക് അപ്രാപ്യമായി കൂടാ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം. സാർ, ഇപ്പോൾ സ്ട്രേ വേക്കൻസി വിദ്യാർത്ഥികളെല്ലാം ഒരേപോലെ നോക്കുന്നത്, ഈ സ്ട്രേ വേക്കൻസി എന്ന് പറയുമ്പം അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് എന്ന് പറയുമ്പം പലർക്കും അതൊരു ഭയങ്കര അട്രാക്ഷനാണ്. നമുക്ക് മുൻ വർഷങ്ങളിൽ ഓരോ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പ് കോളേജുകളിലൊക്കെ 1-2 പേർക്ക് റാങ്ക് കുറഞ്ഞവർക്കും കിട്ടിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു 400 റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടുള്ളെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിലോ സ്ട്രേ വേക്കൻസി അല്ലെങ്കിൽ ഈ 2-1 തന്നെ ആ അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് കാണാം. ഒരു 1500 റാങ്കുള്ള ആൾക്ക് ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ 15,000 ഓൾ ഇന്ത്യ റാങ്കുള്ള ആൾക്ക് ഒരു സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നത് കാണാം. അപ്പം നമുക്ക് എപ്പോഴും അതിനോടാണ് നമ്മളുടെ അട്രാക്ഷൻ. പക്ഷെ അതെന്ന് പറയുന്നത് ഒരിക്കലും ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് നമ്മൾ ലോട്ടറി എടുത്തിട്ട് കാത്തിരിക്കുന്നതിന് തുല്യമായിരിക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ സംഭവിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ഒത്തിരി അട്രാക്ഷൻ കൊടുക്കരുതെന്ന് മാത്രം. സാർ, അപ്പോൾ ഈ ഒരു സ്ട്രേ വേക്കൻസി അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്? അല്ല, ഈ അലോട്ട്മെൻറ്റുകൾ പോലെ തന്നെയാണ്. ഈ 1, 2, 3 ഓൺലൈൻ അലോട്ട്മെൻറ്റ് പോലെ തന്നെയാണ് സ്ട്രേ വേക്കൻസി. ഇപ്പം ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയാണ് ആദ്യം വരുന്നത്. അതിനകത്ത് ഇത്ര കോളേജുകളിൽ ഇന്ന സീറ്റുകളിൽ ഇന്ന കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടെന്ന് പറയും. ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും പരിഗണിക്കാത്തവർ, ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർ, അത് ഓൾ ഇന്ത്യ ആണെങ്കിലും കേരളയാണെങ്കിലും, കേരളത്തിലോ ഓൾ ഇന്ത്യ ലെവലിലോ ഒരു അലോട്ട്മെൻറ്റിലും കിട്ടാത്തവർക്ക് അവർക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അല്ല, നമ്മൾ കയറുമ്പോഴേ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോഴേ യു ആർ എലിജിബിൾ അല്ലെങ്കിൽ യു ആർ ഇൻഎലിജിബിൾ എന്ന് പറയും നിങ്ങൾക്ക്. കാരണം കേരളത്തിൽ ചിലപ്പോൾ ഒരു അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡ് ചിലപ്പോൾ അലോട്ടഡ് ആയ ആളായിരിക്കും. അത് അവർ ഓൾറെഡി ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ ഡേറ്റ സ്റ്റേറ്റുകാർക്കും, സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുത്ത എല്ലാ ഡേറ്റ ഓൾ ഇന്ത്യക്കാർക്കും കൊടുത്തു. അതുകൊണ്ട് സ്ട്രേ വേക്കൻസിയിൽ ആരൊക്കെയാണ് കേരളത്തിലും ഓൾ ഇന്ത്യയിലും പങ്കെടുക്കാൻ അർഹതയുള്ളതെന്നുള്ളത് ഓൾറെഡി വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ലിസ്റ്റൊന്നും പബ്ലിഷ് ചെയ്യല, അങ്ങനെയുള്ളവർക്ക് കയറാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ എന്നിട്ട് ഈ വേക്കൻസി ലിസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ 2 സീറ്റ്, SC വിഭാഗത്തിൽ 1 സീറ്റ്, അല്ലെങ്കിൽ PWD വിഭാഗത്തിൽ 1 സീറ്റ്, അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഓരോ സീറ്റ് ഡിസ്പ്ലേ ചെയ്യും. അവിടെ നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. പ്രത്യേകമായിട്ട് ഫീസോ കാര്യങ്ങളോ എന്തെങ്കിലും? ഓൾ ഇന്ത്യ ലെവലിൽ ഫീസില്ല. നമ്മൾ ഈ മുമ്പ് അടച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇനി പുതുതായിട്ട് ചെയ്യാം കേട്ടോ. 1ലും 2ലും 3ലും പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിലും പുതിയതായിട്ട് വേണമെങ്കിൽ സ്ട്രേ വേക്കൻസിക്ക് രജിസ്റ്റർ ചെയ്യാം ഓൾ ഇന്ത്യ തലത്തിൽ. പക്ഷേ ഇതേ ഫീസ് തന്നെയുള്ളൂ. 10,000 രൂപ ഗവൺമെൻറ് മേഖല, 5,000 രൂപ OBC SC ST EW മേഖല, 2 ലക്ഷം രൂപ ഡീംഡിൻ്റെ മേഖല. കേരളത്തിൽ പക്ഷേ ഫീസ് വെക്കും. ഗവൺമെൻറ്റിൻ്റെ മേഖലയാണെങ്കിൽ 25,000 രൂപയും
സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ 1,00,000 രൂപയും ഫീസ് അടച്ചാൽ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതും ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ എവിടെയൊക്കെ വേക്കൻസി ഉണ്ട്, ഏത് കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റാണ് വരുന്നത്. ഓൾ ഇന്ത്യയിൽ ഉൾപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ പരിഗണിക്കുകയല്ല. അങ്ങനെ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് വരും, അവിടെ പോയി ചേരുന്നു. അതും കിട്ടാത്തവരെ, അതും അലോട്ടഡ് ആകാത്തവർക്ക് കേരള പരിഗണിക്കും. കേരളത്തിൽ കിട്ടുവാണെങ്കിൽ കേരളത്തിൽ ചേരാം. അതോടുകൂടി അലോട്ട്മെൻറ്റ് നിർത്തുകയാണ് പതിവ്. അതും ഈ വെബ്സൈറ്റുകൾ വഴി, ഇതേ വെബ്സൈറ്റ് തന്നെ, കേരളയുടെ വെബ്സൈറ്റ്, MCCയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതേ ഓപ്ഷൻ കൊടുക്കുന്ന രീതി തന്നെയാണ് ലാസ്റ്റ് ഘട്ടത്തിലും. സർ, ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ 22 വിദ്യാർത്ഥികളെല്ലാം മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിക്കുക. അത് MCCയുടെ ഷെഡ്യൂളിനകത്ത് വന്ന ഡേറ്റ് ആണ്. ഈ വർഷത്തെ 2025 ക്ലാസ്സുകൾ സെപ്റ്റംബർ 22 തുടങ്ങുന്നിട്ടതാണ്. അത് തന്നെ പല പ്രാവശ്യം മാറ്റി വെച്ചിട്ട് ഒക്ടോബർ 6 ക്ലാസ്സുകളൊക്കെ എല്ലാ കോളേജിലും തന്നെ ആരംഭിച്ചത്. സാർ, അപ്പോൾ ഈ ഒരു ലാസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് വിദ്യാർത്ഥികൾക്ക് അത്രയും ക്ലാസ്സുകൾ നഷ്ടപ്പെടുമല്ലേ ശരിക്കും? അതില്ല, കാരണം പല കോളേജുകളിലും ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയല്ലേ ആരോഗ്യ മേഖല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ മുറിവൈദ്യവുമായിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങാൻ അനുവദിക്കില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും അവസാനം വരുന്ന വിദ്യാർത്ഥിക്ക് പോലും മുഴുവൻ ക്ലാസ്സുകളും മുഴുവൻ സെക്ഷനുകളും എടുത്തു കൊടുക്കണം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെയും അത് ഒരു അധ്യാപകൻ്റെ കടമ തന്നെയാണ്. അത് അവരത്ര എല്ലാ കോളേജുകാരും അത് ആ രീതിയിൽ ചെയ്യുകയും ചെയ്യും. അല്ലാതെ നീ തുടങ്ങിയ ക്ലാസ്സിലോട്ടിരുന്നോ എന്ന് പറയുന്ന ഒരു രീതി MBBSനില്ല. എല്ലാ ക്ലാസ്സുകളും അതാണ് റൂളാണ്. ഒരു എത്തിക്സ് ഉണ്ടല്ലോ, കാരണം നമുക്കറിയാമല്ലോ ഡോക്ടറുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും കൂടുതലാണ് അവരുടെ എത്തിക്സ്. അത് ഈ പഠിക്കുന്ന കാര്യത്തിൽ തൊട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെയുണ്ട്. ഇപ്പം വൈറ്റ് കോട്ട് സെറമണി കഴിഞ്ഞാൽ പോലും പുതുതായിട്ട് ചെല്ലുന്ന ഒരു വിദ്യാർത്ഥിക്ക് വൈറ്റ് കോട്ട് കൊടുക്കുന്നത് ആ ഒരു ചടങ്ങോടുകൂടി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ക്ലാസ്സുകൾ ഇപ്പോൾ 3ാമത്തെ അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ 4ാമത്തെ സ്ട്രേ വേക്കൻസിക്കോ ചെല്ലുന്ന ആൾക്ക് ക്ലാസ്സുകളുടെ നഷ്ടമോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടുള്ള ക്ലാസ്സുകളും പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും എല്ലാം കിട്ടും. പക്ഷേ ഈ ലാഗ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടേണ്ടവരുടെയാണ് യഥാർത്ഥത്തിൽ അവരാണ് പ്രതിസന്ധിയിലാകുന്നത്. ഈ കോഴ്സിന് ചേർന്നവർക്ക് അത്രയും പ്രതിസന്ധി ഉണ്ടാകുന്നില്ല. സാർ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ബ്രില്യൻറ്റിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത് 2026 നീറ്റിലേക്കാണ്. തീർച്ചയായിട്ടും 2026 മെയ് 3 നീറ്റ് എക്സാം. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കാറാണോ? ഇല്ല, 2026 ഫെബ്രുവരി 1 തന്നെ നീറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. സർട്ടിഫിക്കറ്റുകളൊക്കെ 2026 ജനുവരി 1 ശേഷം തയ്യാറാക്കുന്നതാണ് നല്ലത്. OBC ആണെങ്കിലും EWS ആണെങ്കിലും SC ST ആണെങ്കിലും ഏത് സർട്ടിഫിക്കറ്റും ജനുവരി 1 ശേഷം. 1 വർഷം വാലിഡിറ്റി വേണമെന്നേ പറയുന്നുള്ളൂ. പഴയ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചൊക്കെ അപ്ലൈ ചെയ്യാം. എങ്കിലും പുതിയതായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ജനുവരി തൊട്ടൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഫെബ്രുവരി 1 മുതലൊക്കെ ആയിരിക്കും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ഫെബ്രുവരി ഒരു 3ാമത്തെ ആഴ്ച തൊട്ടായിരിക്കും കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. JEE എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ സെഷൻ ജനുവരി 20 തുടങ്ങുകയാണ്. അതിന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നോ നാളെയോ ആയിട്ട് JEE ആപ്ലിക്കേഷൻ തുടങ്ങും. അതിന് നമുക്ക് റിസർവേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പം തന്നെ കരുതണം. JEEയുടെ 2ാമത്തെ സെഷൻ എഴുതാൻ മതി എന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ തുടങ്ങുള്ളൂ. അതപ്പോൾ നീറ്റിനൊപ്പം തന്നെയാണ്, സർട്ടിഫിക്കറ്റ് ഒരുമിച്ചെടുത്താൽ മതിയാവും. സാർ, ഏകദേശം ഒരു വിദ്യാർത്ഥി ഏതൊക്കെ എൻട്രൻസ് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യണം, എത്രത്തോളമൊക്കെ എഴുതാൻ സാധിക്കും, അതിനെക്കുറിച്ച് എന്താ സാർ? യഥാർത്ഥത്തിൽ നമ്മളിപ്പം ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2026 കാലഘട്ടത്തിലോട്ട് എത്തുമ്പം UG പ്രോഗ്രാം എന്ന് പറയുന്നത് അവനവൻ്റെ ഒരു ബേസിക് സ്റ്റഡി ആയിട്ട് തന്നെ മാറുകയാണ്. പണ്ടുണ്ടായിരുന്ന പ്രീ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക് നേച്ചർ, നമ്മുടെ കരിയർ എന്തായിരിക്കണം എന്നൊന്നും തീരുമാനിക്കുന്ന ഒരു സ്റ്റഡി അല്ല യഥാർത്ഥത്തിൽ. അതിനുശേഷം സ്പെഷ്യലൈസേഷനിൽ തന്നെയാണ് നമ്മളുടെ കരിയർ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പം ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ ഏറ്റവും നല്ലൊരു കോർ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ഒരു UG പ്രോഗ്രാം ചെയ്യേണ്ട ഒരു കാലത്തിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ധാരാളം എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നതും ആ എല്ലാ എക്സാമുകളുടെയും റിസൾട്ട് നോക്കിയിട്ട് ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രയോർ ഗ്രൂപ്പ് പഠിക്കുന്ന ഒരു ഗ്രൂപ്പിൽ പഠിക്കുക എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും മറ്റേ കോഴ്സുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സ്ഥാപനങ്ങളുടെ പ്രയോറിറ്റി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് JEE എഴുതുന്നത് നല്ലതാണ്. അതിനുശേഷം കേരള എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. മെയ് 3 നീറ്റ് എക്സാം വരുന്നുണ്ട്. മെയ് 15 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET വരുന്നുണ്ട്. CUETയിലൂടെയാണ് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം നടക്കുന്നത്. പിന്നെ ഐസറിൻ്റെ എക്സാം മെയ് 3ാമത്തെ ആഴ്ചയുണ്ട്. നൈസറിൻ്റെ എക്സാം ഉണ്ട്. എയിംസ് BSc നഴ്സിംഗിൻ്റെ എക്സാം ഉണ്ട്. അപ്പം എൻട്രൻസ് എക്സാമുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ജനുവരി മുതൽ
ജൂൺ അവസാനം വരെ നടക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരു 4-5 എക്സാമുകളെങ്കിലും എല്ലാ വിദ്യാർത്ഥികളും അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവേശനം കിട്ടുന്ന ഏതാണോ അതായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം എത്രത്തോളം ഒന്നും ഒരു ഓവർ ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷകളെ അഭിമുഖീകരിക്കാനും അതിലൂടെ തൻ്റെ കരിയറൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന് വേണ്ടി 2030-31 കാലഘട്ടത്തിൽ ഏത് രീതിയിലുള്ള വിദ്യാർത്ഥികളാണ്, ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷനാണെന്ന് പോലും തീരുമാനിക്കാത്ത ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾക്ക്, ഏറ്റവും നല്ല പ്രയർ ഗ്രൂപ്പിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ 2025 നീറ്റിലേക്കും മറ്റു കോഴ്സുകളിലേക്കും ഒക്കെയുള്ള ഒരു തിരിഞ്ഞു നോട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പല വേരിയേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ 2025 സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കുറച്ചൊക്കെ അപാകതകൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതെ, പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശിവൻ സാറ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ പ്രേക്ഷകരുടെ ഒരു വികാരങ്ങൾക്ക് അനുസൃതമായിട്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. കാരണം ഓരോ താമസങ്ങളും അവരെങ്ങനെ നേരിട്ടോ അതുപോലെ തന്നെ നമ്മളും ഇവിടെ നേരിടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അതേ മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് ടീം ബ്രില്യൻറ്റും പോയിരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 2025 തിരിഞ്ഞു നോട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ ബ്രില്യൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ശിവൻ സാർ എന്ന് പറഞ്ഞു, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത്തവണ മെഡിക്കൽ സീറ്റ്, MBBS സീറ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നത് നീറ്റ് 2026 കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കൃത്യമായ അപ്ഡേഷൻസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.